ഹലോ വെൽക്കം ടു മൈ സെക്കൻഡ് മിനി വ്ളോഗ്സ്. ആക്ച്വലി കഴിഞ്ഞ ആഴ്ച ഞാൻ ഇട്ട മിനി വ്ളോഗ്സ് കുറച്ച് വീഡിയോയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ട് ഇത്രയും പേര് കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സോ കുറച്ച് പേരെങ്കിലും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പേര് ഇരുന്ന് കാണുമെന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീക്കിലും ഇതിടാൻ കാര്യം. ചിലപ്പോൾ എല്ലാ വീക്കിലും ഇടാൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഞാൻ ഇടാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ്. താങ്ക് യു. അതുപോലെ വേറൊരു കാര്യം, വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് സ്ക്രിപ്റ്റ് ഇല്ല. അതുപോലെ തന്നെ ഞാനൊരു പോയിന്റുകൾ നോട്ട് ചെയ്തിട്ടൊന്നും അല്ല പറയുന്നത്. എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എന്താണോ അത് നിങ്ങളോട് തുറന്നു പറയുന്നു. ഒരു വീക്കിൽ നടന്ന കാര്യങ്ങൾ. ഈ വീക്കിൽ കാര്യമായിട്ട് നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ വർക്കൗട്ടിൻ്റെ കാര്യത്തിൽ തന്നെ തുടങ്ങാം. ഈ വീക്കിലും എനിക്ക് 4 ദിവസമേ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യാത്ത കുറച്ച് വർക്കുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഡയറക്റ്റ് പേഴ്സണൽ ട്രെയിനിങ്. സോ ഞാൻ കുറേ വർഷങ്ങളായിട്ട് മോർണിംഗിലായിരുന്നു വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് മോർണിംഗ് 6 AM or 6:30 ആ സമയത്തായിരുന്നു. സോ ഇപ്പോൾ രാവിലെ ചില ക്ലയൻസ് വരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വർക്കൗട്ട് ടൈം ഈവനിങ്ങിലേക്കാക്കി. സോ മോൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഈവനിങ് സമയം ആയതുകൊണ്ട് ചില ദിവസങ്ങളിൽ എനിക്ക് ജിമ്മിൽ കയറാൻ പറ്റാറില്ല. അമ്മ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം അത് ഞാൻ നിർത്തിയിട്ടില്ല. കാരണം ആൾ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അതിനങ്ങ് വിടും. അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റാറില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ ഈ ആഴ്ച 4 ദിവസം വർക്കൗട്ട് ചെയ്യാൻ സാധിച്ചു. എങ്ങനെയാണ് ഞാൻ വർക്കൗട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അപ്പർ ബോഡി, ലോവർ ബോഡി, പിന്നെയും അപ്പർ ബോഡി, ലോവർ ബോഡി. അല്ല, സ്പ്ലിറ്റ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ പ്രാവശ്യം നോക്കിയില്ല. കാരണം 4 ദിവസത്തെ വർക്കൗട്ടൊക്കെ ഉള്ളെങ്കിൽ എപ്പോഴും നമ്മൾ ഫുൾ ബോഡിയിലെ മസിൽസ് ഒന്ന് അനക്കി വിടാൻ നോക്കുക. അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രെയിൻ കൊടുത്ത് വിടാൻ നോക്കുക. അല്ലാതെ 4 ദിവസത്തെ വർക്കൗട്ടിൽ നിങ്ങൾ ബൈസ്, ട്രൈസ്, ചെസ്റ്റ്, വിങ്സ് അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം മസിൽ ഗ്രൂപ്പിന് നിങ്ങൾ അനക്കി വിടുക, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ. ഓക്കെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കറണ്ട് പോയി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഡയറ്റ്. സോ ഈ വീക്കിൽ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിച്ചില്ല. കാരണം ഒരു തിരക്കും അൺപ്ലാൻഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയതുകൊണ്ടും സ്ട്രിക്റ്റ് ഡയറ്റ് അല്ല, പക്ഷേ ഒരുപാടങ്ങ് കൈവിട്ട് പോയില്ല. ഉദാഹരണത്തിന് ഒരു ദിവസം ഞാൻ ഫുഡ് എത്ര കാലറിയാണ് കഴിക്കുന്നതെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് കരുതി ഒരു ദിവസത്തെ ഫുഡ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. അന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ ഫുഡെന്ന് പറയുന്നത് റൈസും ബീഫ് കറിയും പിന്നെ സാമ്പാറും അങ്ങനെയൊക്കെയായിരുന്നു. ഡിന്നറിലും സെയിം തന്നെ റൈസ്, ബീഫ് അങ്ങനെയൊക്കെയായിരുന്നു. സോ ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോഴത്തേക്കിന് 3000 കാലറിക്ക് മുകളിൽ വരുന്നുണ്ട്. ഞാൻ ഓർത്ത് ഇതെന്താ ഇത്രയും കാലറി വരുന്നത്. നമ്മൾ നോർമൽ ഡേയ്സിലാണ് എൻ്റെ ഒരു മെയിൻ്റനൻസ് കാലറി എന്ന് പറഞ്ഞാൽ 2500, 2700 ആ ഒരു റേഞ്ചിലൊക്കെയാണ്. നോക്കിയപ്പം പിന്നാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഈ ചിക്കനും ബീഫും തമ്മിൽ പ്രോട്ടീൻ സോഴ്സുകളിലുണ്ടെങ്കിലും ഒരു 100 കാലറി വ്യത്യാസം ഉണ്ട് ബീഫിൽ വരുമ്പോഴത്തേന്, അതായത് 100 ഗ്രാം. സോ ബീഫ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കാലറിയിൽ എൻ്റെ ഫുഡ് കൺസപ്ഷൻ വെച്ച് നോക്കിയ ഒരു 400 കാലറിയോളം എക്സ്ട്രാ വരുന്നുണ്ട് ബീഫാണ് കഴിക്കുന്നത് ചിക്കന് പകരം, അല്ലെങ്കിൽ ഫിഷിന് പകരം. സോ ബീഫ് നല്ല സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണെന്ന് ചോദിച്ചാൽ ആണോ, പക്ഷേ ഫാറ്റ് കുറച്ച് കൂടുതലുണ്ട്, കാലറിയും കുറച്ച് കൂടുതലുണ്ട് ബീഫിന്. സോ ബീഫ് കഴിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഓക്കെ. സോ ഫാറ്റ് ലോസ് സമയത്ത് ഇതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ചിക്കൻ ബ്രസ്റ്റ് യൂസ് ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ ഫിഷൊക്കെ യൂസ് ചെയ്യാൻ പറയുന്നത്. രണ്ടാമത്തെ വർക്കൗട്ട്, ഒരു ദിവസം ഞാനെല്ലാം കംപ്ലീറ്റ് മൂഡാക്കി മോർണിംഗ് എണീറ്റ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചപ്പോൾ മോന് അന്ന് പനിയായിപ്പോയി. പനിയല്ല, നല്ല ചുമയായി. അപ്പോൾ രാത്രി കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നൊരു 1 മണിയൊക്കെയായി ഞാൻ കിടന്നപ്പം. അപ്പോൾ ഇങ്ങനെ ലേറ്റ് നൈറ്റ് കിടക്കുവാണെങ്കിൽ പണ്ടൊക്കെ ഞാൻ അങ്ങ് വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അതായത് ഒരു 25-30 വയസ്സ് കാലഘട്ടം വരെ, 30 വയസ്സുള്ളപ്പം വരെ. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം ഞാൻ ഒരു സമയത്ത് ജോലിയും ജിമ്മും എല്ലാം കൂടെ കൊണ്ടുപോയൊരു ടൈം ഉണ്ടായിരുന്നു. വേറൊരു ജോലി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ബാങ്കിൽ. അതും എല്ലാം കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് ഉറക്കമെന്ന് പറയുന്നത് 4 hours, 5 hours ഒക്കെ മാക്സിമം ആണ്. പക്ഷേ
അങ്ങനെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ മനസ്സിനൊരു സുഖം ഉണ്ട്, നമ്മൾ ഹാർഡ് വർക്കാണ് ചെയ്യുന്നതെന്ന്. പക്ഷേ ഏണിങ്സും കാര്യമായ രീതിയിലില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഹെൽത്തിന് ഒരുപാട് പ്രോബ്ലംസ് കണ്ടു തുടങ്ങി. മെയിനായിട്ട് ബി പിയിൽ നല്ല രീതിയിൽ വേരിയേഷൻ വന്നു. എൻ്റെ ബി പി ഭയങ്കര ഹൈ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇങ്ങനത്തെ ഈ ഉറങ്ങാത്ത ദിവസങ്ങളിൽ വർക്കൗട്ട് ചെയ്യുന്ന പരിപാടി ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. എന്ത് വന്നാലും കറക്റ്റായിട്ട് റിക്കവറി കിട്ടാതെ ഒരിക്കലും ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകത്തില്ല, എസ്പെഷ്യലി ഹെവി ആയിട്ട്. അല്ലെങ്കിൽ അഥവാ കയറിയാൽ തന്നെ ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്തിട്ടിറങ്ങും, അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് കൂടാൻ വേണ്ടി മാത്രം. സോ ഹെവി ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിച്ചോളുക, ഉറക്കം മസ്റ്റാണ്. നിങ്ങൾ ഉറങ്ങാതെ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഹെൽത്ത് മോശമാക്കാനേ അത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആകത്തുള്ളൂ, അത് നിങ്ങൾക്ക് കാരണമാകത്തുള്ളൂ. പിന്നെ വേറെ ഞാനിപ്പം പറഞ്ഞായിരുന്നു കഴിഞ്ഞ ആഴ്ച, ആക്ച്വലി നമ്മുടെ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഒത്തിരി മാറ്റം വരും. ഉടനെ ഇല്ല, പതുക്കെ പതുക്കെ ഞാനൊരൊന്ന് അപ്ലൈ ചെയ്ത് കൊണ്ടിരിക്കും. അതിനുവേണ്ടി തന്നെ ഞാൻ കഴിഞ്ഞ വീക്കിൽ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ കോഴ്സാണ്. ഏത് കോഴ്സാണെന്ന് ഞാൻ പറയുന്നില്ല, അത് പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കൊള്ളാവോ ഇല്ലയോ, അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന്. ഓൾറെഡി അതിൻ്റെ അഡ്വാൻസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ഓരോ വർഷവും ഭയങ്കരമായിട്ട് അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ ഈ ഓൺലൈൻ ട്രെയിനിങ് ഇൻഡസ്ട്രി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഫീൽഡ് ഔട്ട് ആയിപ്പോകും. അതാണ് ഈ മിക്ക ട്രെയിനേഴ്സിനും പറ്റുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ട്രെയിനേഴ്സിന് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ പൈസ വേണം കയ്യിൽ, അല്ലാതെ പറ്റത്തില്ല. അതിന് പൈസ നിങ്ങളുടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഫീസ് പറഞ്ഞ് മേടിക്കണം. ഫീസ് തരാത്ത ആൾക്കാരെ ചെയ്യാൻ പോരാ. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഞാൻ ഈ ഒരു ഓൺലൈൻ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ 1 lakh rupees ആണ്. 45 days to 60 days വരെ ഉള്ളൂ ക്ലാസ്. അതിന് അവർ ചാർജ് ചെയ്യുന്നത് 1 lakh ആണ്. അപ്പം ഞാൻ ഈ ആൾക്കാരെ ഫീസ് മേടിച്ചില്ല, എൻ്റെ ചെലവും കഴിഞ്ഞിട്ട് സേവിങ്സ് എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇതുപോലത്തെ കോഴ്സിന് ചേർന്ന് ഇത് അപ്ഡേറ്റ് ആയി ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. സോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആയിരിക്കണം. നമ്മൾ ഫീസ് മേടിക്കുന്നത് ഒരു തെറ്റാണെന്നൊന്നും കരുതരുത്. ഒരു മിനിമം ഫീസ്, ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് താഴെ പറയുന്നവരെ എടുക്കാതിരിക്കുക, അത്രയൊക്കെ ഉള്ളൂ കാര്യം. എങ്കിലും നമുക്ക് നാളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ പറ്റത്തുള്ളൂ. ഇല്ല നിങ്ങൾ ഫീസ് തീരെ കുറച്ച്, മാർക്കറ്റ് റേറ്റ് നിങ്ങൾ ഫീസ് തീരെ കുറച്ചാണ് മേടിക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോ, നിങ്ങളൊരു 1 year ഫീൽഡ് ഔട്ട് ആയി പോകും. കാരണം ഞാനത് ഒരുപാട് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. സോ മിനിമം ഫീസ് മെയിൻറ്റെയിൻ ചെയ്യുക, എങ്കിലേ നമുക്കും പ്രയോജനമുള്ളൂ, അവർക്കും. കാരണം നമ്മളിപ്പോൾ ഫീസ് കുറച്ചിട്ട് ഒരു 25-50 ക്ലയൻസിന് ഈ എടുത്തുവന്നിരിക്കട്ടെ, പക്ഷെ നമ്മൾ ഫീസ് കൂട്ടിയിട്ടൊരു 4 പേരെ ഉള്ളെങ്കിലും നമുക്ക് ഈ 4 പേരെ കറക്റ്റായിട്ടൊന്ന് നോക്കാൻ പറ്റും. അവരെയും നമുക്ക് വേറെയും ക്ലയൻസിനെ കിട്ടും. പക്ഷേ ഈ 50 പേരെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചാൽ ഈ 50 പേരെ നമുക്ക് നോക്കാനും പറ്റത്തില്ല, അവരുടെ നിന്ന് വേറൊരാളെ കിട്ടത്തുമില്ല. കിട്ടിയാൽ തന്നെ ഇതുപോലെ ഉള്ളവരായിരിക്കും പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല, കസ്റ്റമേഴ്സിന് ഒരു പ്രയോജനമില്ല. അതെപ്പോഴും മനസ്സിലിരിക്കണം. പിന്നെ അത്രേ ഉള്ളൂ പറയാൻ. വേറെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അതുപോലെ ഡിന്നറിൽ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുന്ന കാര്യം ആരാണ്ട് എന്നോട് ചോദിച്ചായിരുന്നു. സോ കാർബോഹൈഡ്രേറ്റ്സ് ഞാൻ ഇപ്പോഴും ഡിന്നറിൽ കുറച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും മീഡിയം കാർബോഹൈഡ്രേറ്റ്സ് തന്നെയാണ് കഴിക്കുന്നത്. മാക്സിമം ഞാനൊരു 7 PM ഒക്കെ ആകുമ്പോൾ ഡിന്നർ കഴിക്കാൻ ശ്രമിക്കും. പിന്നീട് ഒരു 10-10:30 എൻ്റെ സ്ലീപ്പിംഗ് ടൈം. അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി കുറച്ച് കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കും. അക്കോർഡിംഗ് ടു മൈ ബോഡി, എൻ്റെ ബോഡിക്ക് കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കൂടുതൽ വേണം ഉറങ്ങണമെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ ബോഡിക്ക് എങ്ങനെയാണ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. പക്ഷെ ഞാൻ നല്ല കട്ടിങ് സമയത്ത്, അതായത് ഈ ഒരു രീതിയിലൊക്കെ ഞാൻ നിൽക്കണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ഡിന്നറിൽ നിന്ന് തീർച്ചയായിട്ടും ഞാൻ കുറയ്ക്കും. പക്ഷേ ഓരോരുത്തരുടെ ബോഡിയെക്കുറിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കും. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഡിന്നറിലാണ് എനിക്ക് കുറച്ചെങ്കിലും കാർബോഹൈഡ്രേറ്റ്സ് വേണമെന്ന് എൻ്റെ മനസ്സിലാവും. കാരണം എങ്കിലേ എനിക്ക് കറക്റ്റായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റൂ. ഉറങ്ങിയാലേ എൻ്റെ ബോഡി മുഴുവൻ റിക്കവർ ആവും. ഒന്നാമത് ഇപ്പം മെൻ്റലി സ്ട്രെസ്സുള്ള മാസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ കോഴ്സ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഓൺലൈൻ ട്രെയിനിങ്ങിൻ്റെ മുഴുവൻ രീതികളും മാറ്റാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും നമ്മളും സ്ട്രെസ്സിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കാർബോഹൈഡ്രേറ്റ്സ് ഒത്തിരി കുറയ്ക്കില്ല. വർക്കൗട്ട് ഒരു 5 days ആക്കി സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതും
മേ ബി ഈ വീക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് മുതലോ ആകാം. കാരണം ഈ വീക്ക് ഇപ്പോൾ എന്തായിരുന്നു പറയുന്നത്, അവധിയുള്ള ഡേയ്സ് അല്ലേ, അതായത് പൂജയുടെയൊക്കെ ഹോളിഡേ ഉള്ളതുകൊണ്ട് ക്ലയൻസ് ഒക്കെ കൃത്യമായിട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ബുക്ക് ചെയ്യുന്നവരാരും കറക്റ്റ് സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. ഈ പേഴ്സണൽ ട്രെയിനിങ് ബുക്ക് ചെയ്യുന്ന ആൾക്കാർ പലരും പല സമയത്ത് വിളിച്ച് റിക്വസ്റ്റ് ചെയ്യും, ഞാൻ വന്നോട്ടെ എന്ന് വെച്ചാൽ ബിസിനസ് ഉള്ള ആളുകളായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഡേയിലെ ടൈമിങ്ങും ഫുള്ള് തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ കുറേ നാളായിട്ട് പേഴ്സണൽ ട്രെയിനിങ് ആക്ച്വലി എടുക്കാതിരുന്നത്. സോ ഇനി അറിയില്ല എത്ര നാൾ പേഴ്സണൽ ട്രെയിനിങ് എടുക്കും എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ മുമ്പോട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ ഞാൻ ഡയറക്റ്റ് പേഴ്സണൽ ട്രെയിനിങ് എടുക്കില്ല. കാരണം എൻ്റെ വർക്കെല്ലാം പെൻഡിങ്ങിലാകുമോ എന്നുള്ളൊരു ഡൗട്ട് വെച്ചില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം പെൻഡിങ്ങിലാവുകയാണെങ്കിൽ മേ ബി ഞാൻ എടുക്കില്ല. അല്ല, അവരെല്ലാം കൃത്യസമയമൊക്കെ പാലിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഇത്രയേ ഉള്ളൂ പറയാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ഇടുക. കൂടുതലായിട്ട് ഞാൻ എന്തെങ്കിലും വിശദീകരിക്കണമെങ്കിലും താഴെ നിങ്ങൾ കമൻ്റ് ഇടുക, എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് വല്ലതും പറയണമെങ്കിൽ. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് ബ്ലോഗ്.